Meet the editors. മാറാത്ത മനോഭാവമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇതാദ്യമായിട്ടല്ല സുരേഷ് ഗോപിയുടെ ഇത്തരം പരാമർശങ്ങൾ, അനുചിതമായ പരാമർശങ്ങൾ, അപക്വമായ പരാമർശങ്ങൾ എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട പരാമർശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പൂണൂലുട്ട ബ്രാഹ്മണനായി അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണ് സുരേഷ് ഗോപി. ഇപ്പോഴിതാ ഉന്നത കുലജാതർ എന്ന വിവാദ പരാമർശം നടത്തിയിരിക്കുന്നു. മാറാത്ത മനോഭാവമാണോ ഇത്? മാറാത്ത മനോഭാവമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മുൻകൂർ തീരുമാനിച്ചൊരു കാര്യമൊന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്നാണ്. അവിടെ തന്നെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ. നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അഥവാ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2016 MP ആയ സമയം മുതൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എനിക്ക് ട്രൈബൽ മിനിസ്ട്രി തരൂ എന്നാണ്. 2016 രാജ്യസഭാ MP ആയപ്പോൾ മുതൽ തന്നെ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അക്കാര്യത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി ഈ ട്രൈബൽ വകുപ്പ് ആര് ഭരിക്കണം എന്നുള്ളതാണ്. അത് ഉന്നത കുലജാതനായ ഒരാൾ ഭരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഭരിക്കാൻ ആവശ്യപ്പെടുന്നയാൾ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി ഉന്നത കുലജാതനാണെന്ന് സുരേഷ് ഗോപി തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പ്രയോഗങ്ങളൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള, രാഷ്ട്രീയമായി തെറ്റായിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ, അത്യാവശ്യം ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ്, നിങ്ങളും വായിക്കുന്നവരാണ്. ഒരു 10-15 വർഷത്തിനകത്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഉന്നത കുലജാതൻ എന്ന് പ്രയോഗിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലില്ലല്ലോ. അതൊക്കെ ഒരു തെറ്റായ പ്രയോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അവിടെയാണ് ഈ രീതിയിലുള്ള പ്രയോഗം അദ്ദേഹം നടത്തുന്നത്. ഞാനെപ്പോഴും സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ ചരിത്രബോധം, അതേപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ ബോധമൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ആശങ്ക ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്, ഈ നിങ്ങൾ എപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ആശയത്തെ കൂടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങളൊരു ആശയം കൂടിയാണ്. ആ ആശയം എന്ന് പറയുന്നത്, നിങ്ങൾ പിൻപറ്റുന്നത് ഏത് ആശയമാണോ ആ ആശയവുമായി ബന്ധപ്പെട്ട സമീപനമായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനകത്തും ഉണ്ടാവുക. ഇപ്പം നമുക്കറിയാലോ, ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഉന്നത കുലജാതൻ എന്നൊരു വാക്ക് പ്രയോഗിക്കുമോ? കാരണം അയാൾ പിൻപറ്റുന്ന ആശയം അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അയാളെ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി പിൻപറ്റുന്ന ആശയം ഇത്തരത്തിലുള്ള പ്രയോഗത്തിൻ്റെ സാധ്യതകളെ തുറന്നിടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിൻപറ്റുന്ന ആശയം BJPയുടെ രാഷ്ട്രീയ ആശയമാണ്. BJPയുടെ രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്നുള്ള ആശയമാണ്. ആ ഹിന്ദുത്വ എന്ന ആശയത്തിനകത്ത് ബ്രാഹ്മണനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്, കീഴാളനുണ്ട്, ചണ്ടാളനുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ജാതി വ്യവസ്ഥയുണ്ട്. ആ ജാതി വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും ഈ പറയുന്ന ഉന്നത കുലജാതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉന്നത കുലജാതന്മാരെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. ആ ഒരു സമീപനം ഉണ്ടാകുന്നത് അദ്ദേഹം പിൻപറ്റുന്ന ആശയത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് BJPയുടെ ഒരു പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയാം. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ ആശയം എപ്പോഴും ബ്രാഹ്മണിക്കലാണ് എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ. എന്നാൽ അത് മറനീക്കി പുറത്തു വന്നൊരു രാഷ്ട്രീയ സന്ദർഭമുണ്ട്. എല്ലാവരും ഹിന്ദുക്കളാണ്, ആ ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ സംസ്കാരത്തെ ഈ രാജ്യത്ത് സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്ന BJP എല്ലാ ഹിന്ദുക്കളെയും ഒരുപോലെ കാണുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചു. VP സിംഗ് സർക്കാരാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. എന്താണ് മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശ? അത് 27% സംവരണം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ, സർക്കാർ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് നൽകണം എന്നുള്ളതായിരുന്നു മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശ. ഈ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ഏതാണ്? ഈ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളല്ലല്ലോ, മുസ്ലിങ്ങളല്ലല്ലോ, സിഖുകാരല്ലല്ലോ, പാഴ്സികളല്ലല്ലോ. ആ വിഭാഗം എന്ന് പറയുന്നത് ഈ ഹിന്ദു ഫോൾഡിനകത്ത് തന്നെ വരുന്ന വിഭാഗമാണെന്നേ. ആ ഹിന്ദു ഫോൾഡിനകത്ത് വരുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ സംവരണം നൽകണമെന്ന് പറഞ്ഞത് മണ്ഡൽ കമ്മീഷനാണ്. ആ ശുപാർശ നടപ്പാക്കാൻ ശ്രമിച്ചത് 1990 VP സിംഗ് ആണ്. അന്ന് അതിനെതിരായിട്ട് രാജ്യത്ത് പ്രക്ഷോഭം നടത്തിയതാരാ? BJP അല്ലേ? BJP അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, രാജീവ് ഗോസ്വാമി എന്ന് പറയുന്നൊരു ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് ആത്മാഹൂതി ശ്രമം നടത്തിയത്? അങ്ങനെ രാജ്യത്ത് എത്ര ആത്മാഹൂതി ശ്രമങ്ങൾ നടന്നിരുന്നു? അന്നതൊരു വലിയ വിഷയമാക്കി BJP ഉയർത്തുകയും 1990 ആ സർക്കാർ നിലംപതിക്കുകയും ചെയ്തില്ലേ? VP സിംഗ് സർക്കാർ നിലംപതിക്കുകയും ചെയ്തില്ലേ? BJP അന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സർക്കാരാണ് VP സിംഗിൻ്റെത്. മണ്ഡൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ സർക്കാർ താഴത്തുപോയി. അപ്പോൾ ആ മണ്ഡൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത BJPയുടെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമല്ലേ? ഈ ഹിന്ദു സമുദായത്തിനകത്തുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്നുള്ളൊരു ശുപാർശ നടത്തിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാനായിട്ട് BJP എന്തിനാണ് മുൻകൈ എടുത്തത്? BJPയുടെ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയം വളരെ വ്യക്തതയോടെ മറനീക്കി പുറത്തു വന്നൊരു രാഷ്ട്രീയ
സന്ദർഭമല്ലേ ഈ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ആ മനോഭാവത്തിലാണ് BJP ഉള്ളത്. ആ ആശയം പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉന്നത കുലജാതർ ഇപ്പോഴുമുണ്ട്. ആ ഉന്നത കുലജാതരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ആശയം പിൻപറ്റിയ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ ആയിട്ട് സ്വയം മനസ്സിലാക്കുകയും ഉന്നത കുലജാതരാണ് ഈ പറയുന്ന ട്രൈബലിനെയൊക്കെ നേരെയാക്കി എടുക്കേണ്ടതെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ രാജ്യത്ത് ഈ സംവരണം നടപ്പാക്കിയത് എന്തിനാണ്? യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ അധസ്ഥിതരായി പുറന്തള്ളപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ലേ സംവരണം എന്നൊരു ആശയം നമ്മൾ നടപ്പാക്കിയത്. ആ ആശയം നടപ്പാക്കുന്നതിന് എതിരായിട്ട് നിന്നിട്ടുള്ള പാർട്ടിയല്ലേ RSS എന്ന് പറയുന്നത്, സംവരണത്തിനെതിരല്ലേ RSS. അപ്പോൾ എന്താണ്, ഈ രാജ്യത്തെ പിന്നോക്കക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും തുരങ്കം വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളത് ആർജിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം കേട്ടോ, അതുകൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ പുന്നമടക്കായൽ പോകുന്നത്. പുന്നമടക്കായൽ ഈ നെഹ്റു ട്രോഫി മത്സരമൊക്കെ നടക്കുന്ന പുന്നമടക്കായൽ. ഈ കായലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് വരുന്നതാണ്. അന്ന് ആ കുട്ടികളെ വിളിക്കുന്നത് എന്താണെന്നറിയോ, അക്കരയിൽ നിന്നുള്ള പിള്ളേരെന്നാണ് വിളിക്കുക. അക്കരയിൽ നിന്നുള്ള പിള്ളേർ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന കൃഷിക്കാരായിട്ടുള്ള കുട്ടികളാണ്, അവരുടെ മക്കളാണ്. ഈ പുലയ വിഭാഗത്തിൽപ്പെട്ട പറയ വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് ഈ വരുന്നത്. അവർ വന്നിട്ട് ഈ അവരുടെ ഈ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അവർ വളരെ മാറി നിന്ന് രഹസ്യമായിട്ടാണ് കഴിക്കുക. കാരണം എന്നറിയാമോ, മറ്റു കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഈ ഭക്ഷണം കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് കപ്പ പുഴുങ്ങിയതും ഈ മുളക് ചമ്മന്തിയൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഈ ആഡംബര വിഭാഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ലൈവ് കപ്പയൊക്കെ കാണാം. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കപ്പ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവൻ്റെ ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതൊക്കെ വളരെ രഹസ്യമായിട്ട് വെച്ചിട്ടാണ് ഇവർ കഴിക്കുക. ഇവർ വലിയ വിദ്യാഭ്യാസമൊന്നും നേടുകയില്ല കേട്ടോ. 4ാം ക്ലാസ് ആകുമ്പോൾ കൊഴിഞ്ഞു പോകും, 7ാം ക്ലാസ് ആകുമ്പോൾ കൊഴിഞ്ഞു പോകും. ഹൈസ്കൂളൊക്കെ കടക്കുന്നത് വളരെ കുറച്ച് വിദ്യാർത്ഥികളാണ്. അതേസമയം ആ വിദ്യാഭ്യാസത്തെ അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നൊരു അധ്യാപകന് ആ കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കും? ഞാൻ ഞങ്ങളുടെ അധ്യാപകരുടെ സമീപനം കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളോടുള്ള ഈ അക്കരയിൽ നിന്ന് വരുന്ന പിള്ളേരോടുള്ള സമീപനം കണ്ടിട്ടുണ്ട്. ഇവന്മാരൊന്നും നന്നാനേ പോകുന്നില്ല എന്നുള്ള സമീപനമാണ്, ഇവരൊന്നും പഠിച്ചും വരാൻ പോകുന്നില്ല എന്നുള്ള സമീപനമാണ്. അതേസമയം ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പഠിച്ചിട്ട് പിന്നെ അധ്യാപകനായിട്ട് വന്നാൽ ഈ കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കും? അയാൾക്ക് ആ ദുഃഖങ്ങൾ അറിയാം, അയാൾക്ക് ആ പ്രശ്നങ്ങൾ അറിയാം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ അവരുടെ മോശപ്പെട്ട അനുഭവങ്ങളും അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരട്ടെ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാ സമയത്തും ട്രൈബൽ വകുപ്പ് ഭരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നോക്കക്ഷേമം ഭരിച്ചിട്ടുള്ളത് പിന്നെ ട്രൈബൽ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുമല്ല. ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പിന്നെ SC/ST വകുപ്പ് ഏറെക്കാലം ഭരിച്ചിരുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് കെ കരുണാകരൻ നിർബന്ധപൂർവ്വം ആ വകുപ്പെടുത്ത് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. എങ്കിലും ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഈ രാജ്യം കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ അധസ്ഥിതരാക്കപ്പെട്ട മനുഷ്യരെ അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ആളുകൾ തന്നെ വന്ന് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ എളുപ്പമായിരിക്കും, അവർക്ക് ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത് ഈ ഉന്നത കുലജാതൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനൊരു വാക്കിപ്പോൾ നമ്മളുടെ പ്രയോഗത്തിലില്ല, നമ്മുടെ സാമൂഹ്യ രംഗത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ. അത് ശരിയുമല്ല. ലോകം തന്നെ ഒറ്റ കുലമാണെന്ന്, മനുഷ്യൻ ഒറ്റ കുലമാണ് എന്ന കൺസെപ്റ്റാണല്ലോ ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആധിപത്യത്തിലിരിക്കുന്നത്. 2 ജാതിയേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും. മനുഷ്യനൊന്നും ഒറ്റ കുലവേ ഉള്ളൂ. ഈ കൺസെപ്റ്റിലേക്ക് ലോകം മാറിയിരിക്കുന്ന സമയത്താണ് ഉന്നത കുലജാതൻ വന്ന് ഭരിക്കട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ ഭരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു വീഴ്ച പറ്റിയെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം മുൻകൂർ തയ്യാറാക്കിയെന്ന് പറഞ്ഞല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുമ്പോൾ അതൊരു മനോഭാവമാണ്. ആ മനോഭാവം അദ്ദേഹം പിൻപറ്റുന്ന ആശയത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം പിൻപറ്റുന്ന ആശയം ഒരു പ്രതിലോമ ആശയമായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ വിഡ്ഢിത്തമാണ്, ചരിത്രപരമായ അറിവില്ലായ്മയാണ്, സാമൂഹ്യ ബോധമില്ലായ്മയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. അത് പക്ഷേ സോഫിസ്റ്റിക്കേറ്റഡായ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയോടുകൂടിയൊക്കെയാണ് അദ്ദേഹം അത് ശ്രമിക്കാറ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സവർണ മനോഭാവത്തിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയിലും ഈ പറഞ്ഞ അംബേദ്കറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. അവരെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി പറയുന്നത് ഗോത്ര വിഭാഗത്തിൻ്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റും. ഇനിയിപ്പോൾ ഞാനല്ല എങ്കിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരു ഉന്നത കുലജാതനെ കൊണ്ടുവരണം. അതൊരു നായിഡു ആകട്ടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനാകട്ടെ. അങ്ങനെ വരുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വാചകം. അപ്പോൾ അങ്ങനെ ഒരു നല്ല മാറ്റം ഉണ്ടാക്കണം.
പകരം തിരിച്ചങ്ങോട്ട് മുന്നാക്ക വർഗത്തിൻ്റെ വകുപ്പുകളിൽ പിന്നാക്ക മന്ത്രി വരട്ടെ, അങ്ങനെ മുന്നാക്ക വർഗത്തിൻ്റെതായ ഒരു പ്രത്യേക വകുപ്പുകളുണ്ടോ? അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് അദ്ദേഹം ധരിക്കുകയാണോ, അതോ ബാക്കിയെല്ലാം മുന്നാക്കക്കാരുടെ വകുപ്പാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം? അവിടേക്ക് ഒരു പിന്നാക്കക്കാരൻ ഇതുവരെ വരില്ല എന്നും അവിടെ മുന്നാക്കക്കാർക്ക് വേണ്ടി ഒരു പിന്നാക്കക്കാരൻ വന്നിട്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കാമെന്നുമാണ് അദ്ദേഹം കരുതുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം അതിന് പറയുന്ന കാരണമാകട്ടെ 38,000 കോടി ട്രൈബൽ വകുപ്പിനായി വകയിരുത്തി. പക്ഷേ കേരളത്തിൽ ആ കിട്ടിയ തുക എങ്ങനെയാണ് അത് ചെലവഴിച്ചത്? പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അത് കട്ടുമുടിച്ചു കൊണ്ടുപോകുന്നു. അത് എല്ലാ വകുപ്പുകളിലും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രൈബൽ വകുപ്പിൽ അത് കൂടുതലായി സംഭവിക്കുന്നുണ്ടാകാം. അത് സംഭവിക്കുന്നത് അപ്പുറത്ത് ഭരിക്കുന്നത് ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന മന്ത്രി ആയതുകൊണ്ടാണോ? ആ മന്ത്രിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഉദ്യോഗസ്ഥർ കട്ടുമുടിക്കുന്ന എല്ലാ സമയത്തും ഉണ്ടല്ലോ. അപ്പോൾ അതല്ല അതിന് കാരണം. അപ്പോൾ ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ഈ പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ടൊന്നും വ്യക്തതയില്ലാത്തൊരു മന്ത്രിയൊന്നുമല്ല. എന്തിനാണ് സംവരണം എന്ന ആശയം കൊണ്ടുവരുന്നത്? ഇത് ഈ സവർണ മനോഭാവം എന്ന് പറയുമ്പോൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ടും ഒരു പ്രത്യേകതരം നിലപാടുകൾ വരുന്നുണ്ടല്ലോ. കാരണം സംവരണം അതിൻ്റെ ആവശ്യമില്ല. സംവരണം എന്നുള്ളത് ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഒരു വിഭാഗം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്ന് പറയുമ്പോൾ മുന്നാക്ക വിഭാഗത്തിനും ആ സംവരണം വേണം. അതാണല്ലോ ഒരു വശത്ത് വലുതായി ഉയർന്നിരുന്ന ഒരു വാദവും വലിയ പ്രക്ഷോഭമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടാണ് സംവരണത്തെ അവർ വിലയിരുത്തുന്നത്. പക്ഷേ എന്തിനാണ് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ പിന്നാക്ക അവസ്ഥയിലുള്ള എല്ലാവർക്കും തുല്യതയിലെത്താവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുകൊണ്ടാണ് ഭരണഘടനയിൽ തന്നെ ഈ സംവരണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, അംബേദ്കർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും മാത്രമല്ല, ആ തുല്യതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സംവരണം എടുത്തു നീക്കണമെന്നുകൂടി അംബേദ്കർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 77 വർഷമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പിന്നാക്കം നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം നമ്മുടെ മുന്നിലുള്ളപ്പോൾ, ഇപ്പോൾ BJP ഭരണത്തിൽ വരുമ്പോൾ ഗോത്ര വിഭാഗത്തിന് കൂടുതലായി തുക നീക്കിയിരുത്തുന്നുണ്ട്. അവർക്കായി പ്രത്യേക സ്കീമുകളുണ്ട്. ഇനി എന്തിന് രാഷ്ട്രപതിയെ പോലും ഞങ്ങൾ നിയമിച്ചില്ലേ? ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പക്ഷേ ഒരു പോസ്റ്റിലെ ഒരാളെ കൊണ്ടുവന്നു എന്നതിനപ്പുറമല്ലാതെ എന്താണ് ഇവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടില്ല? അല്ലെങ്കിൽ ദളിതർക്കെതിരായ ആക്രമണങ്ങൾ എത്രത്തോളം ഈ മോദി കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെന്ന കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ കണക്കുകൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഭരണകാലമാണ്. ഇനി നമ്മുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 705 ഗോത്ര വിഭാഗങ്ങളുണ്ട് രാജ്യത്ത്. അതിൽ 2011 സെൻസസ് അനുസരിച്ച് 10.43 കോടിയാണ് അവരുടെ ജനസംഖ്യ എന്നത്. 4,84,839 ആദിവാസികൾ കേരളത്തിലുണ്ട്. മൊത്തം ജനസംഖ്യയുടെ 1.43%. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പുരോഗതി ഇതൊക്കെ വെച്ച് നോക്കിയാലും ആകെ ജനതയുടെ നിലവാരവുമായി ഇവർ എത്രത്തോളം മുന്നാക്കം എത്തുന്നുണ്ട്? ഇല്ല, 20% വ്യത്യാസമുണ്ട് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്, പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപരിവർഗം, ഈ ഉന്നത കുലജാതർ എന്ന് പറയുന്ന വിഭാഗം അനുഭവിക്കുന്ന ഒന്നും തന്നെ ഇവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഞങ്ങൾ ആ തുല്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന് BJP ആവർത്തിച്ച് പറയുമ്പോൾ പാർലമെൻറ്റിലും അതുപോലെ നിയമസഭകളിലും സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുണ്ടോ? ഇല്ല. അതായത് അവർക്ക് ആയി സംവരണം ചെയ്തിരിക്കുന്ന ഒരു സീറ്റുകൾ അതിൽ കൂടി വരുന്നതല്ലാതെ ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല. അവർക്കൊരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല, നിർണായകമായ പാർലമെന്ററി സമിതികളിൽ അംഗീകാരം ലഭിക്കുന്നില്ല, അതിൽ അംഗത്വം ലഭിക്കുന്നില്ല. അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 17ാം ലോക്സഭയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ വെറും 6.67% ദളിത് ആദിവാസി പ്രതിനിധാനം. ഫിനാൻസ് കമ്മിറ്റികളിൽ 15, 16, 17. ലോക്സഭയിൽ ദളിത് ആദിവാസി പ്രാതിനിധ്യം വെറും 9.5%. അപ്പോൾ എല്ലാ കമ്മിറ്റികളും ഏറിയും കുറഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാവുമ്പോൾ ഇവിടേക്ക് കൂടി ഞങ്ങൾ അങ്ങോട്ട് വന്നിരുന്നാൽ അവരുടെ കാര്യം ഒന്ന് ശരിയാക്കാം എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? ഞങ്ങൾ വന്നാലേ അത് ശരിയാവുകയുള്ളൂ, അവർക്കത് തന്നെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വന്നിട്ട് അതൊന്ന് വൃത്തിയാക്കി അവർക്കെല്ലാം വേണ്ടതെല്ലാം കൊടുക്കുക. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം അട്ടപ്പാടിയിൽ പോകാറുണ്ട്, അദ്ദേഹം പെരുമ്പാവൂരിലെ ആദിവാസി മേഖലകളിൽ പോകാറുണ്ട്, സെറ്റിൽമെൻറ്റ്സ് പോകാറുണ്ട്. അവർക്ക് പണം സഹായമായി കൊടുക്കുക ചെയ്യുന്നുണ്ടാകും. അദ്ദേഹം അതല്ലാതെ തന്നെ പരോപകാര നടപടികൾ ചെയ്യുന്ന ഒരാളാണ്. സിനിമാ നടനായിരുന്നപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. വ്യക്തിപരമായി ഒരാൾ ചെയ്യുന്നതാണോ ഇതിൽ വിലയിരുത്തേണ്ടത്? അല്ലാതെ പണം കൊടുത്ത് സഹായിക്കലാണോ അവരുടെ ഉന്നമനം എന്നുള്ളത്? അപ്പോൾ സാമ്പത്തികമാണ്, അതല്ലെങ്കിൽ ദാരിദ്ര്യമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്നും അത് മാത്രമാണ് പ്രശ്നമെന്നും വളരെ ചുരുങ്ങിയ ആലോചനയിൽ നിന്ന് വരുന്നതാണ് ഇത്തരം ചിന്തകൾ. അത് അദ്ദേഹം തിരുത്തുകയല്ല ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളൊക്കെ വളച്ചൊടിച്ചത് കൊണ്ട് ഞാൻ പിൻവലിക്കുന്നു, ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തിരുത്തൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം മാറുമെന്ന പ്രതീക്ഷയും എനിക്കില്ല. ആ മനോഭാവമായി മുന്നോട്ട് പോകാൻ പറ്റിയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്നും വലിയ വിമർശനങ്ങൾ ഉയരാനും സാധ്യതയില്ല. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ ഞാൻ കാണുന്നത് ഒരു
സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നിരക്ഷരനായ മന്ത്രിയാണോ എന്നൊരിക്കൽ കൂടി സംശയം ജനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ആശയങ്ങൾ ആ വാക്കുകളായിട്ട് വരുന്നു, അതാകട്ടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നു. രാഷ്ട്രീയ നിരക്ഷരതയാണെന്ന് പറയാനുള്ള കാരണം നമ്മളുടെ രാജ്യത്ത് അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയനുസരിച്ച്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് തുല്യത എന്നുള്ളതുണ്ട്. ആർട്ടിക്കിൾ 15 അനുസരിച്ച് ഏതൊരു തരത്തിലും ഒരു പബ്ലിക് ഓഫീസോ അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട വിഭവങ്ങളോ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റ് ട്രൈബുകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷവും മനുവാദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലരായ മനുഷ്യരിൽ സമൂഹം അംഗീകരിക്കുകയും സമൂഹത്തിൽ ധാരാളം ആരാധകരുണ്ടാവുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആശയമായി കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രസ്താവന എങ്ങനെയാണ്? അദ്ദേഹം നടത്തിയ കോണ്ടെക്സ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയൊരു പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യവുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പരാമർശിക്കുന്നത്. കാരണം ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറവുള്ള മധ്യവർഗ സമൂഹം നിർണായകമായ വോട്ട് ബാങ്ക് ആയിരിക്കുന്ന, അതും മലയാളികളായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറച്ചു മാത്രം മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നൊരിടമാണ് ഡൽഹി എന്ന് പറയുന്നത്. അവിടെ തന്നെ മയൂർ വിഹാർ എന്ന് പറയുന്ന സ്ഥലം, ആ മയൂർ വിഹാറിലെ മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹം ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ ദില്ലിയിലെ സർക്കാരിനെക്കുറിച്ചോ പറയുന്നതിനു പകരം എന്തുകൊണ്ടാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞതെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. ഏത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആണെന്ന് പോലും മനസ്സിലാവുന്നില്ല. താൻ സംസാരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തയത്ര രാഷ്ട്രീയ നിരക്ഷരത ഈ സുരേഷ് ഗോപിക്കുണ്ടോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും ഒരേ സമയം തന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. എല്ലാ ബഹുമാനങ്ങളോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. കാര്യം അവിടെ അങ്ങനെയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ലല്ലോ ദില്ലി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. ദില്ലിയിൽ എത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തു. BJP തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ശീഷ് മഹൽ വിവാദം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവിടെ എന്ത് കിട്ടി സാധാരണക്കാർ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ആ ഒരു രാഷ്ട്രീയമായ സാഹചര്യത്തെ പോലും മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം സുരേഷ് ഗോപിക്കില്ലേ എന്ന് സംശയം ജനിപ്പിക്കുന്നൊരു കോണ്ടെക്സ്റ്റാണിത്. ഇനി യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നൊരാശയം വാക്കുകളായി വന്നതാവാം. ആ വാക്ക് ഇങ്ങനെയാണല്ലോ, 2016 MP ആയ ഘട്ടം മുതൽ മോദിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് വ്യോമയാനം വേണ്ട, ഗോത്രവർഗം തരൂവെന്ന്. ഗോത്രവർഗ ക്യാബിനറ്റ് മന്ത്രി ഗോത്രവർഗമല്ലാത്തയാൾ ആവുകയേയില്ല. നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണിത്. ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനായി മന്ത്രിയാവണമെന്നത് എൻ്റെ സ്വപ്നമാണ്. ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനായി, അവരുടെ ഉന്നമനം എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതൻ കഴിഞ്ഞാൽ പിന്നെ അവരാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന കുലജാതൻ എന്നാണ്. കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റേസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി തൻ്റെ രാജ്യത്തെ ജനങ്ങളെ വേർതിരിച്ച് കാണാൻ ശ്രമിക്കുന്നത് ആർട്ടിക്കിൾ 15 നഗ്നമായ ലംഘനമാണ്. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത് എനിത്തിങ്. അപ്പോൾ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ റേസിൻ്റെ അടിസ്ഥാനത്തിലോ ഈ പറയുന്ന വിവേചനം സാധ്യമാകാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 നഗ്നമായ ലംഘനമാണ്. ഉന്നത കുലജാതരെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, അവരെന്ന് മറ്റുള്ളൊരു വേർതിരിവ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഉന്നത കുലജാതർ ഈ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒരു സാമൂഹിക ബോധത്തിലേക്ക് എത്തുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ഇപ്പോൾ ആരാ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് മന്ത്രി? ജുവൽ ഓറമാണ്. ജുവൽ ഓറം എവിടെ നിന്ന് വരുന്നയാളാണ്? ഒഡീഷയിൽ നിന്ന് വരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ട്രൈബ് ഏതാണ്? ഒറയോൺ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഒഡീഷയിലെ പ്രബലമായ ഗോത്രവർഗമാണ്. ആ പ്രബലമായ ഗോത്രവർഗത്തിൽപ്പെട്ട ജുവൽ ഓറം 3 തവണയാണ്, അതായത് ട്രൈബൽ മിനിസ്റ്റർ രൂപീകരിച്ചതിന് ശേഷം 3 തവണയാണ് ഈ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു ട്രൈബൽ വകുപ്പേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് 1999 വരെ സ്വതന്ത്ര ഭാരതത്തിൽ റിപ്പബ്ലിക് ഇന്ത്യയിൽ ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതിരുന്നത്? അത് അദ്ദേഹം രാഷ്ട്രീയമായി ഒരു വിമർശനമായി ഉന്നയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ സമ്മതിക്കുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പറയേണ്ട പോയിന്റ് ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി വരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നത്. അത്
അതുവരെ അത് പ്രവർത്തിച്ചിരുന്നത് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതിന് തൊട്ട് മുമ്പ് 1998 വരെ പ്രവർത്തിച്ചിരുന്നത് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതിനു മുമ്പ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ട്രൈബൽ ഡിവിഷൻ മാത്രമായിരുന്നു. അപ്പോൾ BJP അധികാരത്തിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതിൽ തന്നെ ആദ്യ മിനിസ്റ്ററായിട്ട് എത്തുന്നത് ജുവൽ ഓറാമാണ്. ഇപ്പോഴും അതേ മിനിസ്റ്റർ തന്നെയാണ്, ജുവൽ ഓറാമാണ് ഇരിക്കുന്നത്. ആരെയാണ് താങ്കൾ പരിഹസിക്കാൻ ശ്രമിച്ചത്? ജുവൽ ഓറം എന്ന് പറയുന്ന ഒഡീഷയിലെ ഒറയോൺ എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററെയാണോ അപമാനിക്കാൻ ശ്രമിച്ചത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ട്രൈബൽ വിഭാഗത്തിൽ വരുന്ന പോലെ മറ്റുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുന്നോക്ക വിഭാഗത്തിന് ഇവിടെ ഇന്ത്യയിൽ ഏത് വകുപ്പാണുള്ളത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വകുപ്പ് മുന്നാക്ക വകുപ്പിനായിട്ട് സംവരണം ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ മന്ത്രിക്ക് അറിയാത്തതാണോ, അതല്ല അറിയില്ല എന്ന് നടിക്കുന്നതാണോ എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ആ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. മയൂർ വിഹാറിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒട്ടും വിഷയമേ ആവാൻ പാടില്ലാത്തൊരു വിഷയം അദ്ദേഹം സംസാരിച്ച് കൊളമാക്കി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ തന്നെ ഭരണഘടനാ ലംഘനമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം ഈ ഉന്നത കുലജാതനെന്നും അവരെന്നുമുള്ള ഒരു ധ്രുവീകരണത്തിലൂടെ നടത്തി. 3, നമ്മുടെ രാജ്യത്തെ നിലവിലിരിക്കുന്ന ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ജുവൽ ഓറത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തതേയില്ല. അദ്ദേഹം ജുവൽ ഓറത്തെ പോലെയുള്ള മന്ത്രിമാർക്ക് ആ വകുപ്പ് ഭരിക്കാൻ അറിയില്ല എന്ന് പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അത് ചെയ്തതൊരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള അബദ്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും തിരുന്നില്ല കേട്ടോ. അതിനുശേഷം ഇദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കി. ആ വിശദീകരണക്കുറിപ്പ് ഞാൻ ഇന്നലെ നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയത്താണ് വിശദീകരണക്കുറിപ്പ് വരുന്നത്. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. അദ്ദേഹത്തിന് ഇനിയും ഇത് മനസ്സിലായിട്ടില്ല, ഇതിലെന്താണ് കുഴപ്പമെന്ന് സുരേഷ് ഗോപിക്ക് ഈ നിമിഷം വരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആ വിശദീകരണത്തിൻ്റെ കുറിപ്പ് എന്താണെന്നറിയാമോ? ഈ തുല്യതയുടെ ഭാഗമായാണ് ഭാരതത്തിലെ ആദിവാസികളും പിന്നാക്ക വിഭാഗങ്ങളും മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നും എന്നുള്ളതാണ്. ഇന്ത്യയിൽ പിന്നാക്ക വിഭാഗങ്ങളെ മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നാണോ അംബേദ്കർ പറഞ്ഞു വച്ചിരിക്കുന്നത്? അങ്ങനെയാണോ സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്നത്? അംബേദ്കർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ മുന്നാക്ക വിഭാഗക്കാർ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി വരണമെന്ന് എവിടെയെങ്കിലും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ജനാധിപത്യം അവസാനിക്കുകയല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഉന്നത കുലജാതർ എന്ന് പറയുന്നതിനൊരു പാട്രണൈസിംഗ് ആയിട്ടുള്ള രക്ഷാകർത്തൃ അധികാരം കിട്ടുകയില്ലേ? അങ്ങനെ വന്നാൽ അവർ അധികാരത്തിലെ ഉടമകളും മറ്റുള്ളവർ അടിയാളന്മാരുമായി തീരുകയില്ലേ? അങ്ങനെ ഒരു ബന്ധമാണോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അംബേദ്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അംബേദ്കർ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? വ്യക്തിയുടെ അന്തസ്സിനെ മാനിക്കുന്നതാണ്. ആ അന്തസ് എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിനോ അവൻ്റെ സാമൂഹിക അസ്തിത്വത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നാണെന്നും അതിനെ ഏതെങ്കിലും തരത്തിൽ അധികാര ശ്രേണിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഈ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഉള്ള ശ്രേണികളിൽ അവനെ തളച്ചിടരുതെന്നുള്ളതുമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ശ്രേണീബന്ധിതമായിട്ടുള്ളൊരു അസമത്വമാണ് ജാതി എന്നും ആ ജാതിയിൽ ശ്രേണീബന്ധിതമായ ജാതിയെ മറികടന്നു പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് തുടർന്ന് നടത്തിയ വിശദീകരണത്തിൽ പോലും ഒരു പാട്രണൈസിങ്, ഒരു രക്ഷാകർത്തൃ ഭാവം ഉന്നത കുലജാതർക്കുണ്ട് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തലയിൽ നിന്ന് ജനിച്ചു, കയ്യിൽ നിന്ന് ജനിച്ചു, തുടയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുകയും പാദങ്ങളിൽ നിന്ന് ജനിച്ചു എന്ന മട്ടിലുള്ള വ്യാഖ്യാനം മനുസ്മൃതിയിൽ ഉണ്ടാവുകയും അത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതിനെയാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിലൂടെ പെരിയോർ അടക്കമുള്ളവർ വളരെ നിർദ്ദയം ചവിട്ടിയരിച്ചത്. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. സ്വാഭിമാന പ്രസ്ഥാനം ഉണ്ടാകുന്ന സമയത്താണ് പെരിയോർ പറയുന്നത്, ബ്രാഹ്മണൻ തലയിൽ നിന്ന് ജനിച്ചു എങ്ങനെയൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ, തുടകളിൽ നിന്ന് വൈശ്യൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത മനുഷ്യൻ അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചു എന്ന് വളരെ എല്ലാവർക്കും ബോധ്യമാവുന്ന രീതിയിൽ പെരിയോർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുലമഹിമയൊന്നൊന്നില്ല സ്വതന്ത്ര ഭാരതത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു കുലമാണ്, അത് മാനവ കുലമാണ് എന്നുള്ളതാണ്. മാത്രമല്ല സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചതായി ഞാൻ, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത്, 1927 ഡിസംബർ മാസം 25-ാം തീയതിയാണെന്ന് തോന്നുന്നു, മഹാരാഷ്ട്രയിലെ മഹദ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അംബേദ്കർ ഒരു വലിയ കുളത്തിൻ്റെ കരയിൽ ഒരു വലിയ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അന്നാണ് ഈ മനുസ്മൃതി എടുത്ത് തീയിലിടുന്നത്. അന്ന് മനുസ്മൃതി അഗ്നിക്കിരയാക്കുമ്പോൾ അതിനുശേഷം അവിടെ ഓടിക്കൂടിയ ഒരു ജനതയുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാമോ? മഹദിലെ കുളം തീണ്ടിയ ഈ മനുഷ്യരിൽ നിന്ന് ആ കുളത്തെ മോചിപ്പിക്കാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്യുന്നറിയോ? 108 കുടങ്ങളിൽ ഗോമൂത്രവും ചാണകവും കൊണ്ടുവന്ന് ആ കുളത്തിലൊഴിച്ചു. മനുഷ്യൻ്റെ സ്പർശം കൊണ്ട് മലീമസമായി എന്ന് കരുതിയ കുളം വൃത്തിയാക്കാൻ ചാണകം കലക്കിയ മനുഷ്യർ ജീവിച്ചിരുന്നൊരു നാടാണ്.
അവിടെയാണ് ഗോത്രവർഗത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉന്നത കുലജാതർ വരണമെന്ന രാഷ്ട്രീയ അസംബന്ധം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യകരമാണത്. അതൊരു രാഷ്ട്രീയ സാക്ഷരതയില്ലായ്മയുടെ പ്രശ്നമാണ്. ട്രൈബൽ വിഭാഗം എന്നുള്ളത് ഇന്ത്യയിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 8.6% വരുന്ന 10-10.5 കോടിയോളം വരുന്ന 6000 കോടിയുടെ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ സേവനങ്ങൾ ഇനിയും ലഭ്യമാകാത്ത ഒരു വലിയ വർഗ്ഗമാണ്. അതിനെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ മുഴുവൻ ഉന്നത കുലജാതരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ, ഈ ബ്യൂറോക്രാറ്റുകൾ അവരുടെ ഫണ്ടൊക്കെ മാറ്റി ചെലവഴിക്കുന്നില്ല. ഈ ബ്യൂറോക്രാറ്റുകൾ ഉന്നത കുലജാതരാണെന്നേ. ഈ പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരല്ല. നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ മതി. അതിൽ 80% വരുന്നതാണ്. മന്ത്രിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഉന്നത കുലജാതരായ ബ്യൂറോക്രാറ്റുകളെ നിലനിർത്താൻ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട മന്ത്രിക്ക് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്ന് നോക്കൂ, ഇപ്പോഴും നമ്മളുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഈ പറയുന്ന ബോയ്ക്കോട്ടിംഗ് സംവിധാനങ്ങളിൽ നമ്മൾ എന്തിനാണ് സുരേഷ് ഗോപി മാത്രം കുറ്റം പറയുന്നത്? വിവിധ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സംവരണം ചെയ്യപ്പെടാത്ത മണ്ഡലത്തിൽ ഒരു ദളിത് ആദിവാസി സ്ഥാനാർത്ഥി നിർത്തി വിജയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ആ ഇൻഹറൻ്റ് ആയിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ധന്യരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പെട്രോളിയം വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ സുരേഷ് ഗോപി. നിങ്ങൾ ഉന്നത കുലജാതരായ ഗോത്രവർഗപ്പൊന്നും കൈകാര്യം ചെയ്യേണ്ട, ആ പെട്രോളിയം വകുപ്പൊന്നും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് കേരളത്തിൽ 50ഓളം പെട്രോൾ ബാങ്കുകൾ ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉന്നത കുലജാതരുടെ കയ്യിലായിരിക്കുന്നത്. അത് അവരുടെ കയ്യിൽ നിന്നെടുത്ത് ഈ ആദിവാസി വിഭാഗങ്ങൾക്കൊന്ന് കൊടുത്താൽ മാത്രം മതി. അതൊരു ഗോത്രവർഗ്ഗം ഒന്നും കിട്ടേണ്ടതില്ല. ഉന്നത കുലജാതനാണെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഇപ്പോഴും അങ്ങ് തുടരുന്നതിന് അത് അങ്ങ് തുടരുക. അതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മാനസിക വ്യവസ്ഥയെ മാറ്റാൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലല്ലോ. നമുക്കത് അഭിപ്രായങ്ങൾ മാറ്റാനല്ലേ കഴിയത്തുള്ളൂ. പക്ഷേ അത് അദ്ദേഹം തിരുത്തണമായിരുന്നു. തിരുത്തിയതിൽ തന്നെ അബദ്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു മാനസിക ഒരു മനോനിലയാണ്. ആ മനോനില മാറുന്നില്ല. ഇതേ സുരേഷ് ഗോപി തന്നെയല്ലേ പൂണൂലുട്ട ബ്രാഹ്മണനായി അടുത്ത ജന്മം ജനിക്കണമെന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനോനിലയുടെ തുടർച്ചയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അതിനൊന്നും ഭരണഘടന വിലക്കില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കുകയോ പൊതുവേദിയിൽ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം ഉന്നത കുലജാതന ആഗ്രഹിക്കുകയാണ്. അത് അദ്ദേഹത്തിന് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് ഉന്നത കുലജാതനാവാൻ ആഗ്രഹിക്കാം. അല്ലെങ്കിൽ നെഹ്റു ആഗ്രഹിച്ചതുപോലെ അടുത്ത ജന്മത്തിൽ കർഷകനായി പാടങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാം. അതൊക്കെ ഓരോ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. അതങ്ങനെ ആഗ്രഹിച്ചോട്ടെ. പക്ഷേ അത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. മാറാത്ത മനോനില തന്നെയാണ്. അദ്ദേഹം എന്താണോ അംബേദ്കർ 1927 ഡിസംബർ 25 ചെയ്തത്, ആ കത്തിച്ച പുസ്തകത്തെ വീണ്ടും നല്ല ഒന്നാന്തരം പുസ്തകമായി തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു ശ്രമം എന്ന രീതിയിലാണ് ഞാനിതിനെ വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നത്. അരുൺ, ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്ന് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പറഞ്ഞതാവാൻ വഴിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ്. എപ്പോഴും സംസാരിക്കുന്ന ശൈലിയെല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ട്രൈബൽ വകുപ്പിലെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ അപേക്ഷിച്ചിട്ട് അദ്ദേഹം കൂടുതൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും മട്ടപ്പാടിയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും എല്ലാം ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു കാര്യം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഒഴിവാക്കാത്ത ഒരാളുമാണ്. അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഈ ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന കാര്യം എന്താണ്? അതിനകത്ത് ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം അത് കാണുന്നവർക്ക് വിടാം. പക്ഷേ ട്രൈബൽ വകുപ്പിനെ എവിടെയാണ് അത് താഴ്ത്തി കെട്ടിയത്? ഒരു സ്ഥലത്തും ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാ ട്രൈബൽ വകുപ്പ് ഇങ്ങനെ ഒരു ഉന്നത കുലജാതൻ വന്നതുകൊണ്ട് നന്നാകും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈബൽ വകുപ്പിന് മോശമാണ് പറയുന്നത്. ഇപ്പോൾ ഭരിക്കുന്നവരെ അല്ല, ട്രൈബൽ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ട്രൈബൽ വകുപ്പിന് ഇപ്പം എന്താ മോശം അതിനുകൊണ്ട് വരുന്നത്? ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ കെ കരുണാകരൻ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു വാങ്ങിയ വകുപ്പാണല്ലോ ഈ പിന്നോക്ക വകുപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പിന്നോക്ക വകുപ്പ് കൈകാര്യം ചെയ്തൊരു മുഖ്യമന്ത്രിയും കൂടിയാണ്. അദ്ദേഹം ട്രൈബൽ വകുപ്പിൻ്റെ കീഴിലാണ് വന്നത്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മുന്നോക്ക വകുപ്പ് ഭരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾക്ക് അധികാരം കൊടുത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നോക്ക വകുപ്പിനുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഏത് പിന്നോക്ക വകുപ്പിൽപ്പെട്ട മുന്നോക്ക വകുപ്പിലുള്ള ആൾക്കാർ ഭരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മന്ത്രിസഭയും മുഖ്യമന്ത്രിമാരും ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരും ആയിരിക്കുമല്ലോ അത് വിഭജിച്ച് കൊടുക്കുന്നുണ്ടാവുക അല്ലേ? കെ ആർ നാരായണൻ നമ്മളുടെ വിദേശകാര്യമന്ത്രിയാവുന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമവകുപ്പ് മന്ത്രിയാവുന്നത് അദ്ദേഹത്തിന്റെ ജാതി പരിഗണിച്ചുകൊണ്ടോ മതം പരിഗണിച്ചുകൊണ്ടോ പരിഗണിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ റിസോഴ്സും അല്ല. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ 3 പേര് സംസാരിച്ച അതുകൊണ്ട് അത് തന്നെ പറഞ്ഞു വരുന്നത്, അത് തന്നെ പറയും. അത് എവിടുത്തെ ന്യായീകരണം? ഒരു പിന്നോക്ക വകുപ്പിൽ അല്ലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിന്നോക്ക കാര്യങ്ങൾ അറിയുള്ളൂ. അത് എവിടുത്തെ ന്യായീകരണമാണ്? എന്നിട്ട് പോലും അല്ല. അത് എവിടുത്തെ ന്യായീകരണമാണ്? മുന്നോക്കക്കാർക്കെന്നറിയാം. ഇപ്പം എനിക്ക് വയനാട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരും ഞാൻ അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഞാൻ അവരോട് സംസാരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അവരുടെ ഭാഷ വരെ എനിക്കറിയാം.
എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പിന്നോക്ക സമുദായപ്പെട്ട ഞാൻ ആദിവാസി സമുദായപ്പെട്ട ആളാണോ? പക്ഷേ അല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം MM മണി ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നൊരു മന്ത്രിയാണ്. അവിടുത്തെ ലയങ്ങളിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലയത്തിൻ്റെ വകുപ്പാണ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ നിങ്ങൾ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. രണ്ട് രീതിയിൽ ഇതിന് കാഴ്ചപ്പാടാണ്. രണ്ട് കാഴ്ചപ്പാട് എന്താണ്? ഒന്ന്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിന്നോക്ക കാര്യങ്ങൾ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. വനവാസി എന്ന് പറഞ്ഞാൽ വനത്തിൽ ജീവിക്കേണ്ടവനാണെന്ന് ഫിക്സ് ചെയ്യുക. വനവാസി എന്ന് പറഞ്ഞിട്ട് വനത്തിലെ സ്ഥലങ്ങൾ മാത്രമേ വനവാസിക്ക് കൊടുക്കാൻ പാടുന്നുള്ളൂ ഫിക്സ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് സാർ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുക. ആദിവാസിക്ക് 5 ഏക്കർ ഭൂമി കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് 5 ഏക്കർ ഭൂമി എവിടെയാണ് കൊടുക്കുക? 5 ഏക്കർ ഭൂമി ഏതെങ്കിലും മലേൻ്റെ മേലെ ഏതെങ്കിലും തൂമ്പ ഒളിച്ച് കൊത്തിയാൽ പോലും പൊളിയാത്ത സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുക്കും. 37 അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് ചെയ്ത് അതിൻ്റെ അകത്ത് കിട്ടിയ നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ. അദ്ദേഹം പറഞ്ഞ മോശം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉന്നത കുലജാതൻ ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. 37,000 കോടി മുടക്കി എന്ന് പറയുന്നു. 37,000 കോടി രൂപ മുടക്കി. 1 ലക്ഷത്തിൽ താഴെ കുടുംബങ്ങളേ ഉള്ളൂ. 4 ലക്ഷത്തിലധികം കേരളത്തിലെ കാര്യം മാത്രം ഞാൻ പറയാം. 4 ലക്ഷത്തിലധികം ജനസംഖ്യയാണ് പിന്നോക്ക വിഭാഗത്തിലുള്ളത്. 1 ലക്ഷത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗത്തിൽ. 37,000 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ വർഷവും എത്ര രൂപയാണ് കേന്ദ്രവും കേരളവുമായിട്ട് ഈ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇത് പിന്നോക്ക മന്ത്രി ആയതുകൊണ്ടോ മുന്നോക്ക മന്ത്രി ആയതുകൊണ്ടോ അല്ല. ഇതിന് കറക്റ്റായിട്ടൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടോ ഇതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഇതിൻ്റെ അകത്ത് ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഉണ്ണി സാറും സ്മൃതി മേഡം പിന്നെ അരുൺ സാറൊക്കെ പറഞ്ഞ കാര്യം ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഈ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ ഒരു പരിണാമം വരിക അല്ലെങ്കിൽ മുന്നോക്കം വരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ ബന്ധപ്പെട്ട ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഉന്നകുലജാനല്ല. നിങ്ങൾ ഈ ഒരാൾ പറയുന്ന കാര്യത്തിൻ്റെ നെഗറ്റീവ് മാത്രം എടുത്ത് ചർച്ച ചെയ്യും. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകണമെന്നേ. കാരണം അവർക്കും കൂടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഉന്നത കുലജാതനാണല്ലോ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത്. ഇത്രയും കാലഘട്ടം പട്ടിണി മാറ്റാൻ പറ്റുമോ? അല്ല അരുൺ സാറേ, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ചോദിക്കുന്നതിന് ഓരോ ചോദ്യത്തിന് ഓരോ മറുപടി പറഞ്ഞാൽ പറ്റില്ല. എന്റെ ചോദ്യത്തിന് ഒരു വകുപ്പ് എന്റെ ചോദ്യത്തിന് മാത്രം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിന്നോക്കക്കാരുടെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിന്നോക്കം രക്ഷകർത്താവിന്റെ രൂപം എടുക്കുകയാണ് അവിടെ സുരേഷ് ഗോപി എന്നുള്ളതാണ്. അതാണ് അതായത് മുന്നാക്കക്കാർ വന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഒരു ചുമതല മുന്നാക്കക്കാർക്ക് വിശദീകരണത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? മുന്നാക്കക്കാർ സംരക്ഷിക്കണം എന്ന് എവിടെയാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ? മുന്നാക്കക്കാരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ പിന്നാക്കം? അങ്ങനെയല്ല. മുന്നാക്കക്കാരും പിന്നാക്കക്കാരും എല്ലാം ഭരണഘടന തുല്യത വേണം എന്ന് പറയുകയും അതിന് കൂടെ തുല്യതയില്ല, അതിന് അപ്പുറം പിന്നെ ഭരണഘടനയിൽ തുല്യത വേണമെന്ന് പറയുകയും അതോടൊപ്പം സംവരണം വെക്കുകയും ചെയ്യുകയാണ്. സംഭരണം എന്തിനാണ് സംഭരണം വെക്കുന്നത്? ഇവരെ മുന്നോക്കം കൊണ്ടിരിക്കുകയും ഇതിനെ തുല്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ അല്ലേ സാർ? ഒരു മിനിറ്റ്. നിങ്ങൾ തുല്യത വേണമെന്ന് പറയും, ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തുല്യരാണെന്ന് പറയും. എന്നിട്ട് നമ്മൾ സംഭരണം വെക്കും. സംഭരണം വെക്കുന്ന എന്തിനാണ്? പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടിരിക്കുകയും തുല്യരാക്കുകയും വേണമെന്നുള്ള സംവിധാനത്തിലൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് തന്നെ പറയും? പിന്നോക്കം വലിക്കുന്ന ആൾക്കാർ മാത്രം ചെയ്ത് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ പറയും. അങ്ങനെയല്ല. എന്താണ് വേണ്ടത്? മുന്നോക്കം നിൽക്കുന്ന എഫേർട്ടും കൂടെ വേണം. പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കം കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ അതിനെ പറയാൻ സമ്മതിക്കുന്നതിന് മുന്നേ എന്ത് സംഭവിക്കും? അതെന്താ? അല്ലാതെ പിന്നോക്കം നിൽക്കുന്നവർ പിന്നോക്ക കാര്യങ്ങൾ ഒരു മിനിറ്റ് പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കോളൂ. മുന്നോക്കം നിൽക്കുന്ന ആരുടെ കാര്യം മാറ്റിക്കും. എന്നിട്ട് നമ്മൾ പറയും തുല്യത വേണമെന്ന് പറയും. ഒരു മിനിറ്റ്. ഞാൻ നിങ്ങൾ ഗോത്രവർഗത്തിന്റെ കാര്യവും നിങ്ങൾ ഈ പറഞ്ഞ എന്താണ് പിന്നെ അംബേദ്കറിൻ്റെ കാര്യവും ഭരണഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞോളൂ. ഞാൻ ഒറ്റ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. തുല്യത വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾ പിന്നെ ഭരണഘടന വെക്കും. അല്ലെങ്കിൽ എന്ത് പിന്നെ സംവരണം വെക്കും. സംവരണം വെക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ പിന്നോക്കത്തെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടി. എന്റെ അഭിപ്രായത്തിന് പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ തുല്യതയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാ?
ഇപ്പോൾ ആർട്ടിക്കിൾ 14 ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ എന്ന് പറയും. അതെ. എന്നാൽ എന്താ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് രണ്ടാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. സാറേ, അല്ല ഒരു നിമിഷം, ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ അതുല്യരായ മനുഷ്യർ അതുല്യരായ കണക്കാക്കണം. നിയമത്തിന്റെ മുന്നിൽ അതുല്യരായി കണക്കാക്കിയാണ് അങ്ങനെയല്ല. നിയമത്തിന്റെ മുന്നിൽ തുല്യരെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു നമ്മുടെ നിയമത്തിന് പുറത്തുള്ള ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ്, ഞാൻ പറയാം ഏത് ഒഫൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾ കോടതിയിൽ വന്നിട്ട് പറയും എനിക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞ കോടതി, അത് നിയമം അറിയില്ല എന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കുമോ? നിങ്ങൾക്ക് നിയമം അറിയുന്നില്ലല്ലോ. നിയമത്തിന്റെ മുന്നിൽ ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അതുപോലെ ക്ലാരിറ്റി വരുത്താം. അതായത് CRPCയുടെ ഒരു കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന തുല്യത തന്നെയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ അവിടെ ബാധകമല്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? നിങ്ങളൊരു റിസോഴ്സ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും അസമന്മാരായി നിൽക്കുന്നുണ്ട് റിസോഴ്സിന്റെ കാര്യത്തിൽ. ഈ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടുവരേണ്ട ആരുടെ ഉത്തരവാദിത്തം? സ്റ്റേറ്റിന്റെ ആണല്ലോ, സ്റ്റേറ്റിന്റെ ആണ്, ഉറപ്പിച്ചല്ലോ. 100%. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഈ SC ST വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ SC ST വകുപ്പുകാരാണെന്ന് മാത്രം തീരുമാനിക്കുന്നു. അത് അലിഖിതമായ നിയമങ്ങളായി അടുത്ത കാലത്ത് ഞാൻ പറയുന്നത് ഒരു 10-20 വർഷത്തിനുള്ളിൽ ഉണ്ണിസാർ പറ ആഫ്റ്റർ കരുണാകരന് ശേഷം ഈ പറഞ്ഞ SC ST വകുപ്പ് ഭരിച്ച പിന്നെ പുന്നോക്കം നിൽക്കുന്ന വകുപ്പിൽ ഒരു മന്ത്രിയുടെ പേര് അത് അലിഖിത നിയമമായി മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ആലത്തൂർ മന്ത്രി രാജിവെച്ചല്ലോ സാറേ. ആലത്തൂരിൽ നിന്ന് ഒരാള് രാജിവെച്ചു. ആര്? മന്ത്രി രാജിവെച്ചല്ലോ. SC ST വകുപ്പ് രാധാകൃഷ്ണൻ രാജിവെച്ചല്ലോ. എപ്പോഴാണ് പറഞ്ഞത്? അപ്പൊ തുടങ്ങുകയാണ് ചർച്ച. എന്താണ് ചർച്ച എന്നറിയോ? ഒരു SC ST കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തെ കൂടെ പുറത്താക്കി എന്നാണ് പറയുന്നത്. എന്തിനാ അങ്ങനെ ചർച്ച വരുന്നത്? അങ്ങനെയല്ല ചർച്ച, തുല്യത വരണം. അന്നേരം ഈ പറഞ്ഞ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. എന്ത് ചർച്ച ചെയ്തിട്ടില്ല? SC ST കാരന് വേറെ വകുപ്പ് മന്ത്രി കൊടുത്തില്ലല്ലോ. അന്നേരം എന്താ അറിയോ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന എന്താ? അപ്പം തന്നെ OR കേളുവിനെ മന്ത്രിയായി കൊണ്ടുവന്നു. ദേവസ്വം മന്ത്രിയായിരുന്നു. ഏതാ? ഇദ്ദേഹം ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു. ഒരു വകുപ്പ് അഡീഷണൽ കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ SC പിന്നോക്ക വിഭാഗത്തിന്റെ കാര്യം മാത്രമേ പറയുന്നത്. K കരുണാകരന് ശേഷം SC ST വകുപ്പ് കൈകാര്യം ചെയ്ത കേരളത്തിലെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ നേട്ടം ഞാൻ ചോദിക്കുന്നത്? അത് നേട്ടം ഉണ്ടോ എന്ന് വെച്ചാൽ അറിയാൻ പറ്റും. എന്താ നേട്ടം? അപ്പൊ പറയുന്ന അടുത്ത കാര്യം എന്തായിരിക്കും? അപ്പൊ പറയുന്ന അടുത്ത കാര്യം എന്താ അറിയോ? പിന്നോക്ക വിഭാഗത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്നത് ഉപകാരനാണെന്ന് മാത്രം പറയും. അതിനകത്ത് സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന അപകടകരമായ ആർഗ്യുമെന്റ് ഉന്നത കുലജാതനായി ഉന്നത കുലജാതനെ പിടിച്ച് നിങ്ങൾ ഒരു മിനിറ്റ്, രണ്ട് ഇന്റൻഷനാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിർത്തിക്കോളാം. സാർ പറഞ്ഞോളൂ. ഒറ്റ ഉദാഹരണം. ഒരാൾ വണ്ടി ഓടിച്ചു പോവാണ്. അദ്ദേഹത്തിന് ഒരാളെ ഇടിച്ച് കൊല്ലണം എന്നൊരു ഇന്റൻഷൻ ഉണ്ട്. അദ്ദേഹം ആ വണ്ടി ഇടിച്ച് അദ്ദേഹത്തെ കൊന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് കൊലക്കുറ്റം ചാർജ് ചെയ്യും. ഒരാൾ വണ്ടി ഓടിച്ച് മുന്നിൽ പോകുന്നതിന് മുന്നേ അറിയാതെ ഒരാളെ തട്ടി, അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ എന്താ പറയാ? എന്താ പറയാ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഈ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇന്റൻഷൻ ഇല്ല. എന്താണ് ഇന്റൻഷൻ? എന്താണ് ഇത്? ഇന്ത്യയിലെ ഈ പറയുന്ന ട്രൈബൽ വകുപ്പുകൾ മുഴുവൻ ഒരു ഉന്നത കുലജാതനെ എടുത്ത് കരയിൽ വെക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണ്? ഈ വകുപ്പ് നന്നാവണം എന്നുള്ള ഇന്റൻഷനേ ഉള്ളൂ. നന്നാക്കാൻ ഉന്നത കുലജാതം വരണോ? ഞാൻ പറയുന്നത് അത് മാത്രമല്ല. നന്നാക്കാൻ ഉന്നത കുലജാതം വരണോ? ആ പോയിന്റിലാണ് ചർച്ച. ഈ പറഞ്ഞ വകുപ്പിന്റെ കാര്യത്തിനകത്ത് ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതാണ് ചർച്ച. അവിടെയാണ് പ്രതിരോധം. മാറാത്ത മനോനില ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധയല്ല ഞാൻ. അദ്ദേഹത്തിന്റെ മനോനിലയെക്കുറിച്ചല്ല, അദ്ദേഹം പറഞ്ഞ വാചകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. അപ്പോൾ മാറാത്ത മനോഭാവമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളൊക്കെ ചിത്രീകരിച്ചതുപോലെയുള്ള ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ കരുതുന്നില്ല. അത് എൻ്റെ വ്യക്തിപരമായ ബോധ്യമാണ്.
ഉന്നത കുലജാതൻ എന്നതിൽ അഭിരമിച്ച് അങ്ങനെ കഴിയുന്ന ഒരാളായി ചിത്രീകരിക്കാനായിട്ടുള്ള ആ ഒരു ശ്രമത്തിന് ഒപ്പം ചേർന്ന് നിൽക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞതിനെ അതിൻ്റെ വലിയ അർത്ഥത്തിൽ, വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരിലേക്കും ഒരേപോലെ എത്തിച്ചേരേണ്ടത്, അതിനെക്കുറിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ 3ാമത്തെ ടേമിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോത്ര വിഭാഗക്കാർ മറ്റു വകുപ്പുകളിലും മന്ത്രിയാകണം, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പിൽ, ഇപ്പോൾ ട്രൈബൽ അഫയേഴ്സ്, അതിൽ മാത്രമല്ല മറ്റു വകുപ്പുകളിലും അദ്ദേഹത്തിന് പ്രാതിനിധ്യം കിട്ടണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. 2ാമത്തെ ഭാഗം നേരത്തെ ആൻഡ്രൂ സാർ അതേക്കുറിച്ചൊരു റെഫറൻസ് തന്നു, പക്ഷേ വേറെ ആരിൽ നിന്നും അത് കേട്ടില്ല കാര്യമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗോത്രവർഗ ഉന്നമനത്തിനായി നീക്കിവെച്ച ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ചാണ്. ആ ഫണ്ട് കൃത്യമായി അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ? പലതവണ ചോദിച്ചതാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, കോടികളാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായി അട്ടപ്പാടി എടുത്ത് നോക്കൂ. നമ്മളൊരു സ്പെസിഫിക് എക്സാമ്പിളായിട്ട് അട്ടപ്പാടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പദ്ധതികൾ എങ്ങനെയാണ് നടപ്പാക്കപ്പെടുന്നത്? ഓരോ പദ്ധതിക്കുമായി ഇപ്പോൾ വിദ്യാവാഹിനി എന്ന പദ്ധതി, അത് എല്ലാ ഊരുകളിലെയും കുട്ടികളെ എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് കിട്ടാതെ ആ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന വാർത്ത ടെലികാസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ ചാനലിലാണ്. ഞാൻ വേറെ ദൂരെയുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ പദ്ധതികൾക്കായി കൃത്യമായ ഫണ്ട് ബജറ്റ് അലോക്കേഷനായി വരുന്നുണ്ട്. എന്നാൽ ആ ഫണ്ട് എവിടെയോ വെച്ച് നിലച്ചു പോവുകയാണ്. അതൊക്കെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം. അല്ലാതെ സുരേഷ് ഗോപി ഉന്നത കുലജാതർ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉന്നത കുലജാതരുടെ മന്ത്രിയാണ് സുരേഷ് ഗോപി, ഉന്നത കുലജാതൻ എന്നതിൽ അഭിരമിക്കുന്നയാളാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയോടുള്ള വിദ്വേഷം ആ രീതിയിൽ ചർച്ച ചെയ്ത് പുറത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച MP ആയി, അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി, കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസിനും ഇന്ന് പാർലമെന്റിൽ അനുമതി കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെ ഉന്നമനത്തിന് വേണ്ടി പണം അനുവദിക്കുന്നു, അത് അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നോ എന്ന ചർച്ച ഒരു വിശാലാർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേരളത്തിൽ. പ്രത്യേകിച്ചും സർക്കാരുകൾ ഇവിടെയും ഒരു തുടർ ഭരണമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും എത്രത്തോളം ആദിവാസികളുടെ ഗോത്രവിഭാഗക്കാരുടെ ഉന്നമനത്തിനായി ഇപ്പോൾ കോളനി എന്നുള്ളത് മാറ്റി നഗറും സങ്കേതവും ആക്കുന്ന ആ ഒരു ആർജവം കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് വിനിയോഗത്തിലാണ്. അത് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യം കൂടി ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നവർ ഉന്നയിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായി പറഞ്ഞത് എന്താണ്? എനിക്ക് മന്ത്രിയാകാൻ പറ്റിയാൽ അത് ഗോത്രവിഭാഗത്തിനായി പ്രവർത്തിക്കണം. ഗോത്രവിഭാഗത്തിനായി സുരേഷ് ഗോപി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ? മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ, നേരത്തെ മാഡം ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതായിരുന്നു, സിനിമാ നടൻ എന്ന നിലയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സിനിമാ നടനായി കിട്ടുന്ന അല്ലെങ്കിൽ തൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നുള്ള ഫണ്ട് ഇന്നും ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ് റിലീസായൊക്കെ കണ്ടിരുന്നു. അപ്പോൾ താൻ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ അതേപടി സുരേഷ് ഗോപി ഒരു ഭാഗത്ത് കൂടി തുടരുന്നുണ്ട്. അപ്പോഴാണ് ഉന്നത കുലജാതൻ എന്നുള്ള ആ ഒരു വാചകത്തിൽ കെട്ടിയിടാനുള്ള, നേരത്തെ ബ്രാഹ്മണൻ പരാമർശമായിരുന്നു, തന്ത്രിയാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിലായിരുന്നു. അതായത് സുരേഷ് ഗോപിയുടെ മൈനസ് എന്തുണ്ടോ ആ മൈനസ് ഹൈലൈറ്റ് ചെയ്യുകയും പ്ലസ് എല്ലാം ഇഗ്നോർ ചെയ്യുകയും കുഴിച്ചിടുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത് കൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം അകലം പാലിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ സവർണ്ണ മേധാവിത്വമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഈ പിന്നോക്ക വിഭാഗക്കാർ, മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള മുന്നോക്കക്ഷേമം അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിലേക്ക് അവർ വരട്ടെ എന്ന് സുരേഷ് ഗോപിക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത ദിവസമാണ് നടൻ മധു, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന മുതിർന്ന നടൻ മധുവിൻ്റെ ഒരു അഭിമുഖം കണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പലരെയും കുറിച്ച് പറയുന്നുണ്ട്, പല ചലച്ചിത്ര പ്രവർത്തകരെക്കുറിച്ചും ഒപ്പം അഭിനയിച്ചവരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗം സുരേഷ് ഗോപിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്നേഹവും കുടുംബവും മറക്കാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി. അതോടൊപ്പം പറയുന്ന ഒരു വാചകം ഈ വിഷയത്തിലും ഈ കോണ്ടെക്സ്റ്റിലും കൃത്യമായതുകൊണ്ട് ഞാനതൊന്ന് കോട്ട് ചെയ്യുകയാണ്. വികാരജീവിയാണ്, അയാളുടെ മനസ്സ് നിറയെ നന്മയാണ്, മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ പ്രകടിപ്പിക്കും. ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണോ വന്നത് അതങ്ങ് പറഞ്ഞുപോയി. ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായി, ഒരു സീസൺഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായെന്ന് സുരേഷ് ഗോപി കണക്കാക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു ഹമ്പിൾ ഒപ്പീനിയൻ. കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായി പൂർണ്ണമായും രാഷ്ട്രീയ ശരീരവും രാഷ്ട്രീയ മനസ്സുമുള്ള ഒരു വ്യക്തിയായി പൂർണ്ണമായൊന്നും സുരേഷ് ഗോപി മാറിയിട്ടില്ല. അതിന് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ, അതായത് ഒന്നിൽ ചാരി മറ്റൊന്നിലെ അടിക്കുന്നത് പോലെ BJP പണ്ടേ ഇങ്ങനെയാണ്. BJP ഉന്നത കുലജാതരുടെ പാർട്ടിയാണ്, BJPക്ക് ഉന്നത കുലജാതരെയാണ് താല്പര്യം. അങ്ങനെയുള്ള ആ ഒരു വ്യാഖ്യാനങ്ങളിലൊന്നും ഒരു കഴമ്പുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഒരു ക്ലിയർ പൊളിറ്റീഷ്യനായി മാറുമ്പോൾ ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജുവൽ ഒറാമിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കാണ് കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ, അതായത് 3rd ടേമിലേക്ക് വരുമ്പോൾ അവരുടെ ഉന്നമനത്തിനായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പദ്ധതികളിലേക്ക് പോവുകയായിരുന്നു. അത് ഈ ബജറ്റിൽ എടുത്ത് ചർച്ച ചെയ്യപ്പെടാത്ത പ്രധാനപ്പെട്ട കാര്യം, അതായത് മധ്യവർഗ്ഗക്കാരുടെ സാലറീഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഏകദേശം 1 or 2 pennies അത് മാത്രമാണ് ഇവിടെ ചെലവാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടിരുന്നു. ഇവിടെ 5 കോടി ഷെഡ്യൂൾഡ് ട്രൈബ് ഫാമിലീസ്
അക്രോസ് 63,000 63,000 വില്ലേജസ് ഇൻ ട്രൈബൽ മജോറിറ്റി ഏരിയാസ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസായി അനൗൺസ് ചെയ്തത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല. 2026 അതായത് നെക്സ്റ്റ് ഇയർ മാർച്ചോടുകൂടി 728 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ അതിനെല്ലാമായി ട്രൈബൽ ബജറ്റിലെ ഇത്തവണത്തെ അലോക്കേഷൻ എത്രയാണെന്ന് അറിയുമോ? ഇത്തവണത്തെ അലോക്കേഷൻ 14,925 കോടിയാണ്. UPA കാലത്ത് സ്പെൻഡ് ചെയ്ത ഏറ്റവും ലാർജസ്റ്റ് സ്പെൻഡ് എന്ന് പറയുന്നത് 4,497.96 കോടി. അതിൽ നിന്ന് തേർഡ് ടേമിലേക്ക് വരുമ്പോൾ ഓരോ വർഷവും ഘട്ടം ഘട്ടമായി ഉയർത്തുകയാണ്. അതിൽ 231% ഇൻക്രീസ് ആണ് നരേന്ദ്രമോദിയും BJPയും ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ഫാക്ട് കൂടി നമ്മുടെ മുന്നിലുണ്ട്. ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ സുരേഷ് ഗോപി അവരുടെ ഉന്നമനത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡോ സർ നേരത്തെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. അല്ലാതെ ഏതെങ്കിലും ഒരു സെക്റ്റിന്റെ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തെ അവർ മാത്രമാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഷ്രിങ്ക് ചെയ്ത ഒരു മെന്റാലിറ്റി, ഒരു ചുരുങ്ങിയ സങ്കുചിതമായ ഒരു മെന്റാലിറ്റി നല്ലതല്ല എന്നതാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ട്രാൻസ്ഫോമിംഗ് വിഷൻ ഇൻടു മിഷൻ അതാണ് നരേന്ദ്രമോദിയും NDAയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും സൂചിപ്പിച്ചതുപോലെ ഉന്നത കുലജാതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു സർക്കാരായി ആരും നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തേർഡ് ടേമിലേക്ക് NDA വരില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. സുരേഷ് ഗോപിയുടേത് ചേഞ്ച് ചെയ്യാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്. സുരേഷ് ഗോപി ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. സോ മൈ ആൻസർ ഈസ് നോ. എനിക്ക് 4 പ്രധാനപ്പെട്ട വിയോജിപ്പുകൾ ഓരോ വാചകത്തിൽ പറഞ്ഞു പോകാം. 4 ന്യായവൈകല്യങ്ങളുണ്ട് സുജയ പറഞ്ഞതിൽ. അതിൽ ആദ്യത്തേത് അപ്പീൽ ടു അതോറിറ്റിയാണ്. മധു പറഞ്ഞു അദ്ദേഹം വികാരജീവിയാണ് എന്നതുകൊണ്ട് ഉന്നത കുലജാതൻ എന്ന് പറയുന്ന പരാമർശം റദ്ദാക്കപ്പെടുന്നില്ല. രണ്ടാമത്തെ ന്യായവൈകല്യം എന്ന് പറയുന്നത് റെഡ് ഹെറിംഗ് ആണ്. സുരേഷ് ഗോപിയുടെ ചാരിറ്റിയെക്കുറിച്ചോ സുരേഷ് ഗോപി ഒരു നല്ല വ്യക്തിയാണോ എന്നുള്ളതുമല്ല നമ്മുടെ ചർച്ചയുടെ വിഷയം. സുരേഷ് ഗോപി നല്ല വ്യക്തിയായിരിക്കാം, അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ടാവാം, നല്ല നടനാവാം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സംസാരിച്ചത് ഉന്നത കുലജാതർ എന്നൊരു മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു മനോഭാവത്തിൻ്റെ തുടർച്ചയാണോ. മൂന്നാമത്തത് ഒരു സ്ട്രോമാൻ ഫാലസി പറഞ്ഞു. അതായത് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ആൻറ്റി സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇഷ്ടമല്ലാത്തത് കൊണ്ട് പറയുന്നു എന്ന് പറയുന്ന ഒരു സ്ട്രോമാൻ ഫാലസി അഥവാ അഡ്ഹോമിനമാണ് ഉപയോഗിച്ചത്. ഈ 4 ന്യായവൈകല്യങ്ങൾ സുജയുടെ ആർഗ്യുമെൻറ്റിലുണ്ട് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെങ്കിൽ തുടർ ചർച്ചയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഞാൻ ഈ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രിയുടെ പേര് ഒരു ദിവസം രാവിലെ ഒരു ബോർഡ് വെച്ചു, മെഡിക്കൽ കോളേജ് എന്ന്. അപ്പോൾ അതെന്തായി? മെഡിക്കൽ കോളേജായി മാറി. ഇതുപോലെയാണ് ഒരു ആദിവാസി കോളനീൻ്റെ പേര് ഇനി കോളനി എന്ന് എഴുതരുന്നു, സങ്കേതം എന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അതോടുകൂടി കോളനി മാറി സങ്കേതമായി. ഇത്രയാണ് എന്താണ് ഇതിലുള്ള പരിണാമം എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് അപ്പുറം വലിയൊരു പരിണാമം ഉള്ളാട കോളനി ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ ആ പേര് മാറ്റുമ്പോൾ ഒരു സംസ്കാരത്തെ കോളനിയിലെ കുട്ടിയാണ്. ശരിയാണ്, ഞാൻ പറയുന്നത് കോളനി എന്നുള്ള പേര് മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല, പക്ഷെ എന്താ മാറ്റാനുള്ള കാര്യങ്ങളൂടെ ചെയ്യണം. അതുകൊണ്ടാണ് 37,000 കോടി അറിയാത്തത്. സാമൂഹികമായ അവസ്ഥയെ മാറ്റുന്നത് എങ്ങനെയാ? കോളനി മാറി നഗരാകുമ്പോൾ അവിടെ ആ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ട് ഒരു മനുഷ്യന്റെ മനുഷ്യൻ ജീവിക്കുന്ന അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 70 വയസ്സാണ്. ഒരു 70 വയസ്സിനുള്ളിൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത്. നമ്മൾ പരിണാമ സിദ്ധാന്തം അല്ല, തിരുവനന്തപുരം റോഡ് പണിത് 60,000 കോടിക്കാണ്. നിങ്ങൾ മനസ്സിലായോ? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം റോഡ് പണിത് 60,000 കോടിക്കാണ്. നിങ്ങൾ ഈ പറയുന്ന 1000 കോടി പോലും മുടക്കാതെ മരുന്ന് കിട്ടാനുള്ള അവസ്ഥയില്ല. നിങ്ങൾ അട്ടപ്പാടിയിലെ ജനങ്ങളെ അറിയിക്കുന്നത് മരുന്ന് കിട്ടാനില്ല. മധു എന്ന് പറയുന്ന ഒരു ആദിവാസി കേരളത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? കേരള സംസ്ഥാനത്ത് പണം ഇല്ലാത്തതുകൊണ്ടാണോ? പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അല്ല, ആരടിച്ചു? ഒരു ആദിവാസി മനോഭാവം ഉണ്ടല്ലോ. ഈ
പറയുന്ന ഈ പറഞ്ഞ സംവിധാനം നടത്തിയിട്ട് നിങ്ങൾ പേര് മാറ്റിക്കോളൂ. കൂടെ അതിന് ഞാൻ കോളനി എന്നുള്ള പേര് മാറ്റിയതിനെ കുറിച്ചല്ല പറയുന്നത്. ചെയ്യേണ്ടതാണ്, പരിണാമം വരുത്തേണ്ടതാണ്, മാറ്റേണ്ടതാണ്, 100% ഉറപ്പാണ്. കൂടെ എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇംപ്ലിമെന്റ് ഏജൻസിനെ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ എത്ര സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് മൊത്തത്തിൽ സംവിധാനത്തിലുള്ള അഴിമതിയെ ഇതുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റില്ലെന്നേ. ഞങ്ങൾ നാളെ രാവിലെ ഈ ചർച്ച എടുത്തിട്ട് ആദിവാസി വിഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന്റെ അഴിമതിയെ കുറിച്ച് ചർച്ച നടത്താൻ പോകുന്നുണ്ടോ? ചർച്ച നടത്താൻ പോകുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ചർച്ച. 6ാമത്തെ പഞ്ചവത്സര പദ്ധതി മുതൽ ഇങ്ങോട്ട് കൃത്യമായ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 70 വയസ്സാ. ആ 70 വയസ്സിൽ പോലും ഞാൻ പറഞ്ഞത് നമ്മൾ കരുണാകരന്റെ കാലം തുടങ്ങി പറയാണ് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല. ഇടുക്കിയിലും വയനാട്ടിലും പത്തനംതിട്ടയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മനസ്സിലാവും. അച്ഛൻ്റെ കാലം തുടങ്ങി ആ കോളനിയിൽ നിന്നാണ് അല്ലെങ്കിൽ ആ കോളനിയിൽ നിന്നാണ് പണിക്കാർ വരെ പറയും. എന്തിനാണെന്നറിയോ? അച്ഛൻ്റെ കാലം തുടങ്ങിയിട്ട് ആ കോളനിയിൽ നിന്നാണ് തോട്ടത്തിൽ പണിയെടുക്കാൻ ആൾ വരുന്നത്. മാറ്റാൻ പറ്റില്ല. അത് ആരുടെ കഴിവാണ്? ഈ സ്റ്റേറ്റിന്റെയോ ഈ സർക്കാരിന്റെ കഴിവ്? ഈ സ്റ്റേറ്റ് എന്തുകൊണ്ടാ അതെന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? അതെന്തുകൊണ്ട് ഇത്ര പരിഷ്കൃത സമൂഹത്തിൽ ചർച്ച നടക്കുന്നില്ല? പക്ഷേ ഉന്നത കുലജാതർ വന്നിട്ടാണ് ആ മാറ്റം. ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ അഭിപ്രായമല്ല, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്. ഞാൻ പറയാം, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ 66,000 കോടി രൂപ ഈ പറഞ്ഞ 66,000 കോടി കൊടുക്കിയിട്ട് നിങ്ങൾക്ക് NH പണിയാലോ? ഇന്ത്യയിൽ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് വന്നു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ. ഒരു വംശം മുഴുവൻ കുറ്റിയേറ്റുപോയി. ആ പ്രദേശത്ത് ആ റോഡ് വന്നതിനെ തുടർന്ന് ആ റോഡ് ആരുടെ ആവശ്യമായിരുന്നു? ആ റോഡ് ആരുടെ ആവശ്യമല്ലായിരുന്നു? വലിയ ചർച്ച നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. ഒരു നിമിഷം സർ, അങ്ങ് പറഞ്ഞല്ലോ ഈ എന്തുകൊണ്ടാണ് ഈ രാജസ്ഥാനിൽ ഇന്ദർകുമാർ ഗുജറാൾ എന്ന പേരുള്ള ഒരു കുട്ടി കുടത്തിൽ നിന്ന് വെള്ളമെടുത്തതിൻ്റെ പേരിൽ ആ ക്ലാസ്സിലെ ഉന്നത കുലജാതനായ അധ്യാപകൻ. അല്ല, നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ട്. ഞാൻ പറയുന്നത് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് റോഡ് പണിയണ്ടെന്നല്ല. ഞാൻ പറയുന്നത് റോഡ് പണിയണ്ടെന്നല്ല. ഞാൻ പറയുന്നത് പല പല ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ കോളനിയിൽ. ഞാൻ പറയുന്നത് അർത്ഥം നിങ്ങൾ രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്തിടുക. ഞാൻ പറയുന്നത് കേരളത്തിൽ റോഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ റോഡ് പണിയണ്ടെന്നല്ലോ, എവിടെ പ്രൊജക്ട് വരണ്ടെന്നോ അല്ല. ഞാൻ പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിവുള്ള പ്രാപ്തി സർക്കാരിന് അട്ടപ്പാടി പോലെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരുടെ മാറ്റാൻ കഴിയില്ല. എത്ര നിങ്ങൾ പറ, എത്ര സ്കൂളുണ്ട് അട്ടപ്പാടിയിൽ? എത്ര ഹോസ്പിറ്റലുണ്ട് അട്ടപ്പാടിയിൽ? വയനാടാണല്ലോ. കേരളത്തിൽ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഈ ഉന്നത കുലജാതന്റെ മനോനിലയും അങ്ങനെയാണ് അവിടെ ആ മനുഷ്യനോട് എംപതൈസ് ചെയ്യാൻ പറ്റും. സമ്മതിച്ചു. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഉന്നത കുലജാതരല്ലോ കേരളത്തിന്റെ പിന്നെ SC/ST വകുപ്പ്. നോക്കൂ, അത് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഭരണചക്രത്തിന്റെ ഭാഗമായിരിക്കുന്നവർ, ഇതെല്ലാം അതിന്റെ ഉത്തരവാദികളാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഈ നാട്ടിലിരിക്കുന്ന ഭരണഘടന എഴുതിയതാരാ? ആ ഭരണഘടന എഴുതിയ മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. മാത്രമല്ല എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഉദാഹരണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ അകത്ത് റോഡ് പണിയുണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്താ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റിന്, ഒരു സ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ 1000 ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പറ്റുന്നില്ല. 1000 ആദിവാസി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് രോഗമുണ്ടാകാൻ പറ്റുന്നില്ല.
ചെയ്യുന്നത് ഞാൻ നിങ്ങൾ ഞാൻ ഉന്നത കുലജാതരെ കൊണ്ട് കെട്ടണ്ടെന്ന് ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ ഉന്നത കുലജാതരെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അല്ല, ഞാൻ ആർഗ്യുമെന്റിലേക്ക് വന്നത് ഈ നാട്ടിൽ വിഭാഗങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട കിട്ടാത്തതിന്റെ കാരണം മറുഭാഗത്ത് അത് നടപ്പിലാക്കുന്ന ആളുകൾക്ക് അവരുമായി എംപതൈസ് ചെയ്യാത്ത മനുഷ്യരാണ്, അവരുടെ ഇടയിൽപ്പെടാത്ത മനുഷ്യരാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വാക്കെടുത്ത് പറഞ്ഞാൽ ഉന്നത കുലജാതരാണ്. അതാണ് പ്രശ്നം. നിങ്ങൾ ഞാൻ എന്തു പറഞ്ഞാലും അവസാനം കെട്ടാൻ പോകുന്ന സ്ഥലം ഉന്നത കുലജാതരാണ്. നിങ്ങൾ ഒറ്റ കാക്ക് പറഞ്ഞു ഉന്നത കുലജാതര, ഒരു സെക്കൻഡ് ഉന്നത കുലജാതര ഒന്ന് മാറ്റി നിർത്തിയാൽ മധു സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഉന്നത കുലജാതര വിഷയം നിങ്ങൾ അട്ടപ്പാടിയിലെ സുരേഷ് ഗോപി ഒരു വികാര ജീവിയാണോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയമെങ്കിൽ ഞങ്ങൾ ആരും ഉന്നത കുലജാതര എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഉന്നത കുലജാതരാണ്. ഇതിനകത്ത് വേറെ കാര്യം പറയട്ടെ. ഇപ്പൊ JP നഡ്ഡ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയാമോ? രാജ്യത്ത് 90 സെക്രട്ടറിമാരുണ്ട്, അവരാണ് ഈ ഭരണം നടത്തുന്നത്, മിഷണറി നടത്തുന്നത് അവരാണ്. ഞാൻ മിണ്ടാതിരിക്കുന്നില്ലേ? ഞാൻ മിണ്ടാതിരിക്കുക പറയട്ടെ. 90 സെക്രട്ടറിമാരുണ്ട്. എത്ര പേരാന്നറിയാം പിന്നക്കാരാനത്തുള്ളത്? 3 സെക്രട്ടറിമാരുടെ കണക്കാണ് ഇനി പറയുന്നത്. JP നഡ്ഡ വെച്ച കണക്കാട്ടോ, പാർലമെന്റ് വെച്ചിരിക്കുന്ന കണക്കാ. ഞാൻ പറയട്ടെ 90 സെക്രട്ടറി അങ്ങനെ തന്നെയാണ്. പിന്നെ എന്നൂര് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആദിവാസികളെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വയനാട്ടിൽ വൈത്തിരി നടത്തുന്ന പരിപാടി എന്നൂര് എന്ന് പറഞ്ഞ സംവിധാനം. ആ എന്നൂര് പിന്നെ എങ്ങനെയാ വന്നതെന്നറിയോ? എങ്ങനെയാ വന്ന ശ്രീധന്യ എന്ന് പറഞ്ഞൊരു IAS കളക്ടറുണ്ട്, സബ് കളക്ടർ, മാനന്തവാടി സബ് കളക്ടർ ആയിരുന്നു. അവരുടെ ഐഡിയ മാത്രം ഇംപ്ലിമെന്റ് ചെയ്തൊരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ അല്ല പറയട്ടെ, കംപ്ലീറ്റ് അതിൽ കയറി അടിക്കില്ലേ, ഞാൻ പറയട്ടെ. എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ്. അവരെ വിദ്യാഭ്യാസം കൊടുത്ത് പ്രോപ്പറായി മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമല്ല, എങ്ങനെ ശ്രീധന്യ കളക്ടറായി പിന്നാമ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയട്ടെ സാറേ, നിങ്ങൾ അതിൽ കയറി അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടല്ലേ. എന്ന് പറഞ്ഞാൽ ഇവരെ വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോക്കം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ അറിയാം, ചെയ്യേണ്ട പറയുന്നതല്ല. പക്ഷേ എന്താണ്, നിങ്ങൾ ഒരു കോളനി പണിയാൻ ഒരു പിന്നെ ഏരിയ പണിയാൻ വേണ്ടിയിട്ട് ഒരു 50 ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വീട് പണിയാൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ച് നോക്കുക. നിങ്ങൾ അവരൊരു വിദ്യാഭ്യാസമുള്ള ഒരു സംവിധാനമുള്ള ഒരാളെ ഈ പ്രൊജക്റ്റ്, അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അവർ എഞ്ചിനീയറിംഗ് പാസ്സായതോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കറിയാം അത് കൈകാര്യം ചെയ്യാൻ. ഇതെന്താണ് ഇത് സംസ്ഥാനത്ത് നടക്കുന്നതെന്നറിയോ? അവിടെ ഒരു കോൺട്രാക്ട് വരും. ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ പാവങ്ങൾ, ഒരു മിനിറ്റ് സാറേ, ഞാൻ നിങ്ങൾ പറയുന്നത് എക്സീഡ് ചെയ്തു സാർ. ഞാൻ ഒരു മിനിറ്റ് നിങ്ങളുടെ ഈ പിന്നെ ടോപ്പിക്കിൽ നിന്ന് ഡിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ. പക്ഷേ എന്താണ്, ഈ ഒരു വേദി ആയതുകൊണ്ട് ഞാൻ പറയാം, ഈ പറയുന്ന സംവിധാനത്തെ പ്രോപ്പറായിട്ട് ഈ സ്റ്റേറ്റുകൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. 50 വർഷം 75 വർഷം അല്ല 100 വർഷം കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അത്രമാത്രം ഞാൻ ഇതിനകത്ത് പറഞ്ഞോളൂ. അല്ല സുരേഷ് ഗോപി ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് മാറ്റി പറയാം എന്നൊന്നും വിചാരിക്കണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറാത്ത മനോഭാവമോ എന്നതായിരുന്നു ചോദ്യം. മാറാത്ത മനോഭാവമാണോ? ഇപ്പൊ വേണമെങ്കിൽ മാറ്റേണ്ട അവസരമുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ മാറ്റാൻ ഉദ്ദേശിച്ചില്ല. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ വണ്ടി ആക്സിഡന്റ് കാര്യം പറഞ്ഞില്ലേ, അത്ര കണക്കാക്കിയാൽ മതി. മാറാത്ത മനോഭാവമാണോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3 പേർ, നോ എന്ന് 2 പേർ. Meet the editors.